ഫ്രണ്ട്സ്, അപ്പോൾ ഒരു മെയിൻ്റനൻസ് വർക്കാണ്. മെയിൻ്റനൻസ് വർക്കിൽ ഇലക്ട്രിക്കൽ ഏറ്റവും റിസ്ക് പിടിച്ച വർക്കാണ്. നമ്മൾക്ക് ഏറ്റവും അറിയാം, എല്ലാവർക്കും അറിയാം, ഫ്യൂസ് കാരിയർ മാറ്റുന്നത്. അതായത് മീറ്ററിൽ നിന്ന് വരുന്ന ഔട്ട്ലെറ്റ് വരുന്ന ഫ്യൂസ് കാരിയർ. കാരണം എന്താ വെച്ചാൽ അതിൽ നല്ല ശ്രദ്ധയോടെ നല്ല ഇതിൽ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. കാരണം നമുക്ക് മെയിൻ സ്വിച്ച് വരില്ല, അതിൽ ഓഫാക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്യൂസ് കാരിയർ കോണ്ടാക്റ്റ് കിട്ടാതെ ചൂടായിട്ട് കത്തിക്കുകയാണ്. അതായത് ലോഡ് അൺബാലൻസിങ് അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടെ 63 ആമ്പിയറിൻ്റെ ഫ്യൂസ് കാരിയറാണ് വെച്ചിരിക്കുന്നത്. അതിന് മാത്രം ലോഡൊന്നുമില്ല. ഫ്യൂസ് കാരിയർ ചൂടായിട്ട് ഇതിൽ ടച്ച് ആയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ടച്ച് ആയിട്ടാണ് ആ വയറോടെ കത്തിയിരിക്കുന്നത് കേട്ടോ. അതായത് അവിടെ കത്തിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വർക്ക് എടുക്കുന്ന സമയത്ത് സേഫ്റ്റി മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കയ്യിൽ വേണ്ടതാണ്. പുതുതായി പണി പഠിച്ച് വരുന്നവരൊന്നും ഒരിക്കലും ഇത് ഡയറക്റ്റ് ലൈവിൽ ചെയ്യാൻ നിൽക്കരുത്. കുറച്ച് റിസ്ക് പിടിച്ച സംഭവമാണ്. അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഈ മീറ്റർ ബോർഡിൽ. കാരണം എന്താ വെച്ചാൽ ഈ ന്യൂട്രലിൻ്റെ വയർ, ഇപ്പോൾ നിങ്ങൾ ന്യൂട്രൽ ലിങ്ക് കണ്ടിട്ടുണ്ടാവും, ഈ ന്യൂട്രൽ ലിങ്കിൻ്റെ വയറിൽ കൂട്ടിപ്പിടിച്ചിട്ടാണ് ഈ ഫേസിലേക്ക് പോകുന്ന ഔട്ടും കൂടി പിടിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ടാഗ് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ടാഗ് അടിച്ചു കൊടുക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഇത് കത്തുന്ന സമയത്ത്, ഈ ചൂടാവുന്ന സമയത്ത് ന്യൂട്രൽ കൂടി കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ട് വന്നിട്ട് മൊത്തത്തിൽ അവിടുത്തെ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ കത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ന്യൂട്രൽ വയറും ഫേസും പാടെ ഫ്യൂസിൽ നിന്ന് വരുന്ന ഭാഗത്ത് ഒരിക്കലും കൂട്ടിപ്പിടിച്ച് കൊടുക്കരുത്. അത് ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മീറ്ററിൽ നിന്ന് വരുന്ന ഫ്യൂസിലേക്ക് മാറ്റുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റത്തെ കാര്യം, നമ്മൾ ചെരുപ്പിടുക. ചെരുപ്പിട്ടുന്ന എല്ലാ ഇലക്ട്രിക്കൽ വർക്കും ചെയ്യേണ്ടത് മസ്റ്റായിട്ട് കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ബോഡിയിൽ ടച്ച് ചെയ്യരുത്. ഇത് ഈ മെറ്റലിൻ്റെ ബോഡിയാണ്, എർത്തി ചെയ്താണ്. നമ്മൾ അതിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അപകടങ്ങൾ വരും. മൂന്നാമത്തെ കാര്യം, നമ്മളെ കൂടെ നിൽക്കുന്ന ആളെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മളെ മേത്ത് തൊടാനോ ഒന്നിനും നിൽക്കരുത്. നമ്മളെ മേത്ത് അറിയാതെ ടച്ച് ചെയ്യുകയാണെങ്കിൽ ആൾ ചെരുപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 പേർക്കും പാടെ ഷോക്ക് അടിക്കുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ ഫ്യൂസ് കാരിയറിൻ്റെ 2 കോപ്പറിൻ്റെ ബട്ടൺ 2 അടിയിൽ മുകളിലും ഉണ്ടാവും. അത് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പോൾ വെച്ച ഫ്യൂസ് കാരിയറും ചെറിയ ലൂസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിലും ഇതേ കുറേ കഴിയുമ്പോൾ ഇത് കംപ്ലയിൻറ്റ് വരും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിയൊരു ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 350 റുപ്യ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്യാം.